തലാഖിനെ എതിർക്കുന്നത് ഏകീകൃത സിവിൽ കോഡിലേക്ക് വഴി തുറക്കാനോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ ഒരൽപ്പം വൈകിയെങ്കിലും പുതുതായി എത്തിയിരിക്കുന്ന അതിഥിയാണ് അഡ്വക്കേറ്റ് ത്വയ്യിബ് ഹുദവി, സമസ്തയുടെ ലീഗൽ സെൽ ഡയറക്ടർ. അഡ്വക്കേറ്റ് ത്വയ്യിബ് ഹുദവി, ഈ മുത്തലാഖിന്റെ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു നിലപാട്? ലീഗിന്റെ നേതാക്കന്മാരെ ഞങ്ങൾ ആവോളം പരിശ്രമിച്ചു ഈ ചർച്ചയിൽ പങ്കുചേരാൻ. ഏറിയ കൂറും ആളുകൾ ഇതിൽ പങ്കെടുക്കാത്തതിന് കാരണമായി പറഞ്ഞത് മുസ്ലിം പണ്ഡിതന്മാർക്ക് റെഫർ ചെയ്തിരിക്കുകയാണ് ഈ വിഷയം. അവർ ഈ കാര്യത്തിലൊരു തീരുമാനമെടുക്കട്ടെ, അതിനുശേഷം രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പ്രതികരണം വരും എന്ന്. ശ്രീ ത്വയ്യിബ് ഹുദവി, എന്താണ് ഇത്ര വലിയ ആശയക്കുഴപ്പം? എന്താണ് ഈ കാര്യത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട്? എന്തായാലും BJP അല്ല സുപ്രീം കോടതിയിലെ കക്ഷി. നിങ്ങൾക്കെതിരെ നിങ്ങളിൽ നിന്ന് തന്നെ ഉയരുന്ന ചോദ്യമാണ്. അതിൽ പണ്ഡിതന്മാർ ആദ്യം പറയട്ടെ, പിന്നെ പാമരന്മാർ അണിനിരക്കാം എന്നൊക്കെ പറയുന്നത് അവസരവാദപരവും ഇതിൻ്റെ ഗൗരവചിന്തയെ ഉൾക്കൊള്ളാത്തതും അവനവൻ്റെ സമുദായത്തിൽ നിന്ന് ഉയർന്നു വരുന്ന നീതിയുടെ കിരണങ്ങളെ ഇരുട്ടിലാഴ്ത്തുന്നതുമാണ്. അങ്ങേക്ക് മറുപടി പറയാം. ഈ മുത്തലാഖ് എന്നുള്ളത് പണ്ഡിതന്മാർക്ക് പുതുതായി പഠിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ 230-ാമത്തെ സൂക്തമായിട്ട് വന്നിട്ടുള്ള നിർദ്ദേശത്തിൽ ഈ മൂന്നാമത്തെ തൊലാഖ്, അതല്ലെങ്കിൽ മുത്തലാഖ്, ട്രിപ്പിൾ തൊലാഖ് എന്നൊക്കെ പറയപ്പെടുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ വ്യക്തമായി ഇതിൻ്റെ നിലപാടുകളും ശരിതെറ്റുകളും രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ലോകത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഇസ്ലാം മതവിശ്വാസികൾ അനുവർത്തിച്ചു വരുന്ന കാര്യമാണ്. ഇവിടെ ചില ആളുകൾ പറയുകയുണ്ടായി മുത്തലാഖ് പ്രാകൃതമാണ്, അതല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമാണെന്ന്. അതൊരു പക്ഷേ മീഡിയയുടെയോ അതല്ലെങ്കിൽ ജുഡീഷ്യറിയുടെയോ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായി ജനങ്ങളിലുണ്ടായൊരു വിശ്വാസമാണ്. ഒരു തൊലാഖായാലും 2 തൊലാഖായാലും 3 തൊലാഖായാലും സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ഒരേ അവസ്ഥയാണ്. ഈ 3 തൊലാഖ് കൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് പുരുഷനാണ്. ഈ 3 തൊലാഖ് ചൊല്ലുമ്പോൾ റീടേക്ക് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്തുക വഴി പുരുഷനാണ് ഇതുകൊണ്ട് നഷ്ടമുണ്ടാകുന്നത്. ഈ മുത്തലാഖ് കൊണ്ട് നഷ്ടമുണ്ടാകുന്നത് സ്ത്രീക്കാണെന്ന് വരുത്തി വെക്കുക വഴി ഇതിനെ ഒരു ബ്രാൻഡ് ചെയ്യുകയാണ് ഇവിടുത്തെ ശരീഅത്ത് വിരുദ്ധ വ്യക്തികൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇസ്ലാമിക ടെക്സ്റ്റ് പ്രകാരം അനുവദിക്കപ്പെട്ടതും എന്നാൽ വളരെ കൂടുതൽ അത്യന്താപേക്ഷിതമായ സന്ദർഭങ്ങളിൽ മാത്രം അനിവാര്യമായതും ആയ ഒരു സംഭവമാണ് മുത്തലാഖ്. എന്തിനാണ് മുസ്ലിം ഭരണകൂടങ്ങൾ ഇത് നിരോധിച്ചത്? ലോകത്ത് 47 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ വിളിച്ച മുസ്ലിം ഭരണകൂടങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷം പോപ്പുലേഷനിലുള്ള ഭൂരിപക്ഷം കൊണ്ടാണ്. വാസ്തവത്തിൽ ലോകത്ത് ഒരു രാജ്യത്തും ഇസ്ലാമിക ശരീഅത്ത് യഥാർത്ഥ രീതിയിൽ നടപ്പിലാക്കപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. അതൊക്കെ വലിയ ചിന്തകൾ. ഏറ്റവും ന്യായമായ കാര്യം, നിങ്ങൾ തന്നെ ഏറ്റവും പാവനമെന്ന് പറയുന്നത് മുസ്ലിം ഭരണകൂടങ്ങൾ നിരോധിച്ചുവെങ്കിൽ പിന്നെ അതിൻ്റെ പാവനത്വം എവിടെയാണ്? അവിടെ മുസ്ലിം ഭരണകൂടം എന്നുള്ളത് ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചല്ല. അവിടുത്തെ നിയമങ്ങൾ ഈവൻ സൗദിയിൽ പോലും ഇസ്ലാമിക ശരീഅത്ത് പൂർണ്ണമായി നടപ്പിലാക്കുന്നില്ല. ലോകത്ത് ഒരു രാജ്യത്തും പൂർണ്ണമായി നടപ്പാക്കിയോ ഭാഗികമായി നടപ്പാക്കിയോ എന്നതൊന്നുമല്ല ചോദ്യം. മുത്തലാഖ് നിരോധിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഒരു മുസ്ലിം രാഷ്ട്രത്തിലെങ്കിലും മുത്തലാഖ് നിരോധിച്ചിട്ടുണ്ട് എങ്കിൽ അത് സത്യമാണല്ലോ. നിങ്ങളുടെ ഈ വാദഗതിയുടെ അടിസ്ഥാനം എന്താണ്? രാഷ്ട്രീയ പ്രേരിതമാണ്. അതെങ്ങനെയാണ് രാഷ്ട്രീയ പ്രേരിതമാണ്? ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ MT രമേശ്, ഇവിടെ മുസ്ലിം ലീഗ് അടക്കമുള്ളവർക്ക് പോയി ഗുജറാത്തിൽ പുനരധിവാസ പദ്ധതികളിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ഭവനങ്ങൾ ഉള്ളവരല്ലല്ലോ അനവധി ഭവനങ്ങളിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ഈ ഔദാര്യം സ്വീകരിച്ചിട്ടുള്ളത്. അശരണരായിട്ടുണ്ട് അവർ. ആ അശരണരാക്കപ്പെട്ട മുസ്ലിം വിഭാഗത്തിലെ ഒരു വിഭാഗമാണ് സ്ത്രീ അശരണർ. ഇപ്പോൾ ഈ പുതിയ കാര്യങ്ങളിൽ നിങ്ങൾ വലിയ സഹാനുഭൂതിയോടുകൂടി തുല്യതയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കൂട്ടർ.
പക്ഷെ പൊതുവിൽ നിങ്ങൾ അങ്ങനെയാണോ അവരെ സമീപിച്ചിട്ടുള്ളത്? ഒന്ന് ആദ്യം ഞാനത് വേണു പറഞ്ഞ ഒരു ഭാഗം ഞാൻ തിരുത്താം. നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഒരു അഭിപ്രായം ഇവിടെ പറഞ്ഞിട്ടില്ല. അത് മറ്റ് ആരോ പറഞ്ഞത് നരേന്ദ്രമോദിയുടെ വായിൽ വെച്ച് കെട്ടുകയാണ്. അതായത് നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, കലാപങ്ങളിൽ ഇരയായിട്ടുള്ള ആളുകൾ പുനരധിവസിപ്പിക്കപ്പെട്ടത് അത് ഗുജറാത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെ കലാപം നടന്നാലും കലാപത്തിന് ഇരകളായിട്ടുള്ളവർ 100% പുനരധിവസിക്കപ്പെടാറില്ല എന്നുള്ളതൊരു വസ്തുതയാണ്, അത് യാഥാർത്ഥ്യമാണ്. അത് നിങ്ങൾ ഗുജറാത്തിനെ മാത്രം ഇടപിടിച്ച് നടത്തില്ല. ഗുജറാത്തിൽ വ്യത്യസ്തമായ സാഹചര്യം വേറെയുമുണ്ട്. അവിടെ പുനരധിവസിപ്പിക്കപ്പെട്ടിട്ടുള്ള മുസ്ലിം കുടുംബങ്ങൾ ധാരാളമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ പുനരധിവസിപ്പിക്കപ്പെട്ട കുടുംബങ്ങളുടെ ഇൻ്റർവ്യൂകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. രണ്ടും ഉണ്ടായിട്ടുണ്ട്. പുനരധിവസിക്കപ്പെടാത്തവരുണ്ടായിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിലല്ലോ കാണേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, BJP ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്തുകൊണ്ട് വന്നിട്ടുള്ളതല്ല. ഇത് സുപ്രീം കോടതിയിൽ കേസ് വരുന്നു. ആ കേസിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ഒരു നിലപാടെടുക്കണം. ഗവൺമെൻറ് നിലപാടെടുക്കണം. അല്ല, ഇങ്ങനെ സാങ്കേതികത്തിലേക്ക് പോയാൽ യുക്തിഭദ്രമാണ് താങ്കളുടെ വാദഗതികൾ. പ്രശ്നം ഇപ്പോൾ അങ്ങ് പറയുകയാണ് ഞങ്ങൾ ഇതിൽ കക്ഷിയല്ല, മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ തന്നെയാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ അവിടെ വലിയൊരു അനീതി നടക്കുന്നു. ആ മനസാക്ഷിയുടെ ശബ്ദമാണ് കേൾക്കുന്നത് കോടതി ഇപ്പോഴെന്നാണല്ലോ. അപ്പോൾ മായ കൊട്നാനിയെ നമുക്കെടുക്കാം. മായ കൊട്നാനിയാണ് മുസ്ലിം വേട്ടയുടെ ഭാഗമായി അകത്ത് കിടക്കുന്നത്. നിങ്ങളെ മൊത്തത്തിൽ മായ കൊട്നാനിയെ പ്രതിനിധീകരിക്കുന്നവരാണ് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തതുപോലെയാണ് ശ്രീ ഷാനവാസ് പറയുന്നത്. ഇത് എക്സാഗ്രേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഈ ഏതെങ്കിലും ആളുകൾ പരാതിയുമായി പോയിട്ടുണ്ടെങ്കിൽ അത് മൊത്തം മുസ്ലിം സമുദായത്തിൻ്റെ പ്രാതിനിധ്യം അവർക്കില്ല. ഈ ഹൈന്ദവ ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യവും അദ്ദേഹം താരതമ്യം ചെയ്യുകയുണ്ടായി. അല്ല, പക്ഷേ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഇത് നിരോധിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ലല്ലോ. ഇല്ല. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ് അഭിപ്രായം പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് അഭിപ്രായം പറയുമ്പോൾ തന്നെ എല്ലാ വിഭാഗം ആളുകൾക്കും അഭിപ്രായം പറയാനുള്ള അവസരം കൊടുത്തു. സത്യത്തിൽ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഈ ചോദ്യാവലിയോട് നിഷേധപൂർവ്വത്തിൽ പെരുമാറുകയല്ല വേണ്ടത്. മുസ്ലിം ലോ ബോർഡ് വസ്തുതാപരമായി ഈ ചോദ്യാവലിയോട് പ്രതികരിക്കണം. അപ്പോഴാണല്ലോ അഭിപ്രായം പറയുന്നത്. അത് യാദൃച്ഛികമല്ല. അല്ല, അങ്ങനെയാണ്. ഉദാഹരണം, ഒരു ഗവൺമെന്റ് നിങ്ങളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അല്ല, ജനം വിശ്വസിക്കുന്ന ഒരു ഗവൺമെന്റ് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ നിയമം പലതും നിയമം ഞാൻ പൂർത്തിയാക്കട്ടെ. ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ടുള്ളത് യുക്തിഭദ്രമായ നടപടി തന്നെയാണ്. ഞങ്ങളൊന്നും മുൻവിധിയോടുകൂടി കണ്ടിട്ടില്ല. സുപ്രീം കോടതി 2 പ്രാവശ്യം ഈ കേസിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായ അഭിപ്രായം പറയാത്തതുകൊണ്ട് 2 പ്രാവശ്യം ഗവൺമെൻറ് പറഞ്ഞില്ല. 3ാമത്തെ പ്രാവശ്യം സുപ്രീം കോടതി വീണ്ടും ഗവൺമെൻറ് കൊടുക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ കൃത്യം അഭിപ്രായം പറഞ്ഞുകൂടാ? അങ്ങനെ അഭിപ്രായം പറയുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് വിശാലമായ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കണം. ആ അഭിപ്രായ സമന്വയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഭിപ്രായ സമന്വയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു അഭിപ്രായം സുപ്രീം കോടതി പറയുന്നു. ആ അഭിപ്രായം എന്നുള്ളത് മുത്തലാഖ് സ്ത്രീ വിരുദ്ധമാണ് എന്നുള്ളതാണ്. അതിൽ മതപരമായിട്ടുള്ള വശമുണ്ടോ ഇല്ലയോ? മതപരമായ വശമുണ്ടെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് സംവാദം ചെയ്യണം. നമ്മൾ പ്രഥമ ദൃഷ്ടിയ നോക്കുമ്പോൾ മുസ്ലിം സംഘടനകൾ പറയുന്നു, മുസ്ലിം സ്ത്രീകൾ പറയുന്നു ഇതിൽ മതപരമായിട്ടുള്ള ഒന്നുമില്ല. ഇനി മതപരമായിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടതാണ്. 3ാമത്തെ കാര്യം MA ഷാനവാസ് പറഞ്ഞോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. കേരളത്തിൽ പോലും എനിക്കറിയുന്ന വളരെ വിദ്യാഭ്യാസമുള്ള മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ, ഞാൻ ഈ ഒരു ചർച്ചയിൽ ഞാൻ പേരൊന്നും പറയുന്നില്ല, സ്വകാര്യമാണെങ്കിൽ ഞാൻ വീണ്ടും പറഞ്ഞുതരാം, അവരടക്കം അവരുടെ സ്വന്തം ജീവിതാനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ മുത്തലാഖ് അടിസ്ഥാനത്തിൽ MA ഷാനവാസിനോട് പറഞ്ഞിട്ടുണ്ടാകും. ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വെച്ചാൽ മുസ്ലിം വിഭാഗത്തിൽ മാത്രമല്ല ഇത്തരം അനാചാരമുള്ളത്, ഹിന്ദു വിഭാഗത്തിലുണ്ട്, ക്രിസ്ത്യൻ വിഭാഗത്തിലുണ്ട്. ഒരവസരം കിട്ടുമ്പോൾ ആ മതവിഭാഗത്തിനകത്ത് തന്നെ ഉണ്ടാവേണ്ട ഒരു പരിഷ്കരണ പ്രക്രിയയോട് എന്തിന് MA ഷാനവാസിനെ പോലെയുള്ള ഒരു സെക്കുലർ ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. എനിക്ക് വേഗം ഒരു ഇടവേളയിലേക്ക് പോകണം. ഡോക്ടർ സബാസ് മുള്ളിക്ക് ഇടവേളയ്ക്ക് ശേഷം വരാം. അല്പം തിരക്ക് പോകാനുള്ളതുകൊണ്ട് ശ്രീ ഹമീദ് ചേന്നമംഗലൂരിലേക്ക് അവസാനമായി. ശ്രീ ഹമീദ് ചേന്നമംഗലൂർ, ഇവിടെ CPM പോളിറ്റ് ബ്യൂറോയുടെ ഇന്നൊരു വാർത്താക്കുറിപ്പും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. എന്തുകൊണ്ട് ഈ മുസ്ലിം സമൂഹത്തിൻ്റെ മാത്രം പരിവർത്തനത്തെപ്പറ്റി കേന്ദ്ര സർക്കാർ ഇത്ര ആശങ്കാകുലരാകുന്നുവെന്ന്? എന്തുകൊണ്ട് ഈ പറയുന്ന ഹൈന്ദവ സമൂഹത്തിൽ പരിവർത്തനം നടന്നു കഴിഞ്ഞു എന്ന തെറ്റിദ്ധാരണ പരത്തുന്നു എന്ന്? അപ്പോൾ അതിൻ്റെ ലക്ഷ്യം മുസ്ലിം ന്യൂനപക്ഷത്തെ കേന്ദ്രീകരിക്കുന്നതാണ് എന്നുമാണ് PBയുടെ ഒരു വിലയിരുത്തൽ. അങ്ങയുടെ മറുപടി? അത് ശരിയല്ല. 1985 ഇതേ CPM തന്നെ പൊതു സിവിൽ കോഡിൻ്റെ പക്ഷത്ത് നിന്ന പാർട്ടിയാണ്. പിന്നെ ഈ പറയുന്നത് പോലെ ഹിന്ദു സമുദായത്തിൽ പരിപൂർണമായിട്ട് അവരുടെ നിയമങ്ങൾ പരിഷ്കരിക്കപ്പെട്ടു എന്ന വാദമൊന്നും CPMനില്ലാത്തതുപോലെ എനിക്കുമില്ല. തീർച്ചയായിട്ടും രാജ്യത്ത് നിലവിലുള്ള കുടുംബ നിയമങ്ങളിൽ ഏറിയോ കുറഞ്ഞോ ഉള്ള സ്ത്രീ വിരുദ്ധാംശങ്ങൾ എല്ലാ സമുദായവുമായി ബന്ധപ്പെട്ട കുടുംബ നിയമങ്ങളിലുണ്ട്. ഇതൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ഒരു ഏകീകൃത പൗര നിയമം നാം ഉണ്ടാക്കേണ്ടത്. ഏകീകൃത പൗര നിയമം എന്നല്ല അതിന് പറയേണ്ടത്, ഏകീകൃത കുടുംബ നിയമം. നമുക്ക് വേണ്ടത് ഒരു പൊതു ഇന്ത്യൻ കുടുംബ നിയമമാണ്.
ഇവിടെ നമ്മൾ സാധാരണ കോമൺ സിവിൽ കോഡൊക്കെ എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള സിവിൽ നിയമങ്ങളിൽ 95% എല്ലാ മതസമുദായക്കാർക്കും ഒരുപോലെ ബാധകമായ ഏകീകൃത പൊതു സിവിൽ നിയമങ്ങളാണ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള കരാർ നിയമം, നാട്ടിൽ നിലവിലുള്ള രജിസ്ട്രേഷൻ നിയമം, കമ്പനി നിയമം, ജാത്യവശത നിവാരണ നിയമം, അടിമജോലി നിർമ്മാർജ്ജന നിയമം, സ്ത്രീധന നിരോധന നിയമം, ശിശുവിവാഹ നിരോധന നിയമം, ബാങ്കിങ് തുടങ്ങി നിരവധി നിയമങ്ങൾ, പൊതു സിവിൽ നിയമങ്ങൾ ഏകീകൃതമാണ്. ഇനി ബാക്കിയുള്ളത് ഈ പറയുന്ന വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമാണ്. ഇവിടെ നമ്മൾ മുത്തലാഖിനെക്കുറിച്ച് മാത്രം പറയുമ്പോൾ നമ്മൾ വിസ്മരിച്ച് കളയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുത്തലാഖിനോളം തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ അപകടകരമായ അല്ലെങ്കിൽ വിവേചനപരമായ 2-3 കാര്യങ്ങളിൽ ഒന്നാണ് സ്വത്തവകാശത്തിൻ്റെ പ്രശ്നം. ഇന്നും ഇവിടെ മുസ്ലിം സ്ത്രീകൾക്ക്, മുസ്ലിം പുരുഷന്മാർക്ക് ലഭിക്കുന്ന പാതി സ്വത്തവകാശം ശരിയാണ്. അത്തരം അനീതികളുണ്ട്. ഞാൻ ഇടപെടുകയാണ്. അങ്ങേക്ക് നീരസം തോന്നരുത്. എനിക്ക് വേഗം ഒരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ സബാസ് പോളുടെ പ്രതികരണത്തിലേക്ക്. ഇടവേള.